ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഹാഫ് മൂൺ ബീച്ചിൽ പോകുന്ന സൈഡിലുള്ള ഒരു മരുഭൂമിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹാഫ് മൂൺ ബീച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹാഫ് മൂണിൻ്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് അതിന് ഹാഫ് മൂൺ ബീച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ക്യാമൽ കാറ്റും പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സെക്ഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോരാനിട്ട് നമുക്കവിടെ പാരാഗ്ലൈഡിങ് കയറാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ഒരാൾക്ക് വന്നിട്ട് എൻട്രി ഫീസ് വന്നിട്ട് 150 റിയാലാണ്. അത്രയും ചാർജസ് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ കയറിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് പാരാഗ്ലൈഡിങ്ങിലൊക്കെ കയറുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ വണ്ടി കുറച്ച് കംപ്ലൈൻ്റ് ആയിപ്പോയി. നമ്മളെ വണ്ടി കംപ്ലൈൻ്റ് ആയി കാരണം വണ്ടി ഓവർ ഹീറ്റായി. നമ്മളെ വണ്ടി ഇടയ്ക്ക് വെച്ച് വഴിയിലായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലാണ് നമ്മളിപ്പോൾ അവിടെ എത്തിയത്. അതുമല്ല പാരാഗ്ലൈഡിങ്ങിന് അതിൻ്റെ കൂടെ ഒരാളും കൂടെ ഗൈഡും കൂടെ നമ്മളെ കൂടെ ഇരിക്കും. അവരാണ് ഇതൊക്കെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഫുൾ കാര്യവും ചെയ്യുന്നത് അവരാണ്. പിന്നെ വന്നിട്ട് നമ്മളെ വണ്ടി ഇടയ്ക്ക് വെച്ച് കുറച്ച് ഹീറ്റായി കുറച്ച് പണി തന്നായിരുന്നു. എനിക്കൊക്കെ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സോലിഹും അൽഫിദും പ്രയാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ക്യാമലിൻ്റെ പുറത്ത് കയറുന്നത്. ഞാനും കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് ക്യാമൽ ഇങ്ങനെ അടുത്ത് കാണുന്നത്. സോലിക്കും അൽഫിനും പൊതുവെ പേടിയില്ല. നമ്മൾ അല്ലൂസ് വിരണ്ട് പോയി പേടിച്ചെൻ്റെ കൈ തന്നെ ഇരിക്കുകയാണ്. അതിന് അവർ പോവുകയാണ്. ആ ഒരു വീഡിയോ ആണ് ഇത്. പേടി മാറ്റം ഞാൻ ഇത്തിരി പേടിയുണ്ട് എല്ലാത്തിനും. ഒരാൾ പിടിച്ചാൽ മതി. ഇവിടെ നിൽക്കാം. അപ്പോൾ റിട്ടേൺ വരും. പേടി മാറ്റം ഞാൻ ഇത്തിരി പേടിയുണ്ട് എല്ലാത്തിനും. കടിക്കൂടാ. അങ്ങനെ താഴെ രാജാക്കന്മാർ എത്തിയിരിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് അവൾ ഇറങ്ങിയ ശേഷം ഞങ്ങളും കയറിയായിരുന്നു. അയ്യോ, ഞാൻ കയറിയ സമയം മുതൽ ഇറങ്ങുന്നവരെയും ഭയങ്കര ചിരിയായിരുന്നു. അതിൻ്റെ പുറത്തിരുന്നപ്പോൾ എന്തോ ചിരി എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് നല്ല രസമാണ് അതിൻ്റെ അകത്തിരുന്ന് കുലുങ്ങി പോകുന്ന ആ ഒരിത് കണ്ടപ്പം എനിക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല. ബേക്കിൽ ഇത്തായാണെങ്കിൽ ഭയങ്കര വിളിയായിരുന്നു പേടിച്ചിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമലിൻ്റെ പുറത്ത് കയറുന്നത്. പിന്നീട് അവരെ ഗൈഡ് വന്നിട്ട് ആ സോളിഹിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് എറിഞ്ഞ് കൊണ്ട് ഓടാനായിട്ട് അങ്ങനെ സോളി പിടിച്ചും കൊണ്ട് ഓടുകയാണ്. ഗൈഡ് പറയുകയാണ് അങ്ങോട്ടല്ല നേരെ ഓടിയാൽ മതി, അപ്പോഴത്തേക്ക് അത് ഓടി വന്നോളൂ എന്നൊക്കെ പറയുകയാണ് സോളിഹിനോട്. എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിരിച്ചോടിയിരിക്കുകയാണ്. ഞാൻ ഇത്തട വിളി കേട്ടിട്ട് എൻ്റെ പാക്കിങ് ഇത്തട വിളി കേട്ടിട്ട് ഞാൻ ഭയങ്കര ചിരിയായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ ഈ ബീച്ചിലെ വെള്ളം
ഭയങ്കര ഉപ്പാണ്. നമ്മൾ സാധാരണ നാട്ടിലുള്ള കടൽ വെള്ളത്തെ പോലൊന്നും അല്ല, ഭയങ്കര ഉപ്പാണ്. കണ്ണി വീണാൽ തന്നെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് നീറും. അങ്ങനെ സോലി അൽഫി ഇതൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി. പക്ഷെ 1 കിലോമീറ്റർ വരെ ഭയങ്കര ആഴമൊന്നുമില്ല. നമുക്കങ്ങ് കുറച്ച് ദൂരം വരെ നമുക്ക് നടന്നു പോകാൻ പറ്റും. അങ്ങനെ നല്ല ആഴമൊന്നുമില്ല. എന്നിട്ട് സോലി അൽഫി കുറേ നേരം ഈ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് കളിച്ചായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അല്ലൂസും വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇക്കാപ്പാരെ കൈ പിടിച്ച് അവളും ഇറങ്ങിയിട്ടുണ്ട്. ഈ പട്ട് കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ അൽഫിതാണെങ്കിൽ വിറയ്ക്കാൻ വേണ്ടി തുടങ്ങി. അൽക്കൂട്ടം വിറയ്ക്കുകയാണ് നിന്ന്. തണുപ്പൊക്കെ അടിച്ചപ്പോൾ പിന്നെ അൽഫി കുറച്ച് നേരം വെള്ളത്തിൽ നിന്ന് അൽഫിത് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. കണ്ണത് എണീനവിടെ നിന്ന് ഇവിടെ ചെരുപ്പുണ്ടെങ്കിൽ ഇവിടെ ഇറക്കി വിടായിരുന്നല്ലേ? നല്ല അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അല്ലൂസ് കരയിൽ കയറിയിട്ട് മണ്ണ് വാരി കളിക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഒരു ക്രേസാണ് മണ്ണിനോട്. മണ്ണ് വാരി ദേഹത്ത് തലയിൽ എല്ലായിടത്തും ഇടും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മണ്ണിൽ കളിക്കാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.